मीटिंग में आगे का समय हम आपको देते, प्रभु आपको अभिषेक के साथ हमारे बीच में इस्तेमाल करने पाए। ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु की अति पवित्र नाम को महिमा मिलने पाए। ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും നിങ്ങളോടൊത്ത് ദൈവത്തിന്റെ കർത്താവിന്റെ സാക്ഷിയായി ദൈവവചനവുമായി നിൽപ്പാൻ കർത്താവ് ഇടയാക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. कुछ हफ्ते के बाद आपके बीच में प्रभु की गवाही बनकर रहने का मुझे अवसर मिला। मैं सर्वशक्तिमान पिता परमेश्वर को धन्यवाद करता हूँ। ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇന്ന് സന്ധ്യാവേളയിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ വാത്സല്യ ദേവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ഒരിക്കൽ കൂടി എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. आज ये जूम मीटिंग के द्वारा मेरी आवाज सुनने वाला, प्रभु के वचनों को श्रवण करने वाला हर एक प्रभु का दास दासी और विश्वासियों को प्रभु यीशु मसीह के पवित्र नाम में वंदन देता हूँ। ഇന്ന് രാത്രികാലവും കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഹാജരായിട്ടുണ്ട്. हालेलुया, प्रभु यीशु की उपस्थिति हमारे बीच में आज रात को भी है। ആ വിശ്വാസത്തോടു കൂടെ നാം ആയിരിക്കണം. उसी विश्वास के साथ हम प्रभु की उपस्थिति में बने रहें। ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ടുണ്ട്. प्रभु की उपस्थिति जहां हो वहां बड़े चमत्कारी और चंगाई और छुटकारा बहुत शीघ्र होता है। എന്റെ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും കർത്താവിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. प्रभु हमको शिक्षा देता है, जहां कहीं भी हम लोग इस प्रभु परमेश्वर की पवित्र नाम में इकट्ठे होते हो वहां प्रभु जरूर उनकी उपस्थिति को लाता है। അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവ സാന്നിധ്യം മനസ്സിലാക്കി കർത്താവിന്റെ പാദപീഠത്തിൽ നാം ആയിരിക്കണം. आज रात को प्रभु की उपस्थिति को महसूस करके प्रभु के चरणों में बैठे रहने पाए। ആമേൻ. നിശ്ചയമായും അവൻ നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. निश्चय तौर पे प्रभु हमें आशीष देने पाए। അവന്റെ അടുക്കൽ വന്ന ആരെയും അവൻ അനുഗ്രഹിക്കാതെ വിട്ടിട്ടില്ല. उनकी चरणों में आया किसी को भी उन्होंने बिना आशीष से छुटकारे से नहीं भेजा। അതുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ അറിയുന്ന, ആമേൻ, നല്ലവനായ കർത്താവിനോട് പ്രാർത്ഥനയോടെ അവന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. हमें जानने वाला, हमको आशीष देने वाला हमारा परमेश्वर के चरणों में हम धन्यवाद के साथ बैठे रहे। ഇന്ന് രാത്രികാലം അല്പസമയം വചന ധ്യാനത്തിനായിട്ട് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ ദയവായി വായിച്ച് സഹായിച്ചാലും. कोलोसियों का पत्री 3 अध्याय उसका 1-2 वचन हम पढ़ेंगे। अतः जब तुम मसीह के साथ जलाए गए तो स्वर्गीय वस्तुओं की खोज में रहो, जहाँ मसीह विद्यमान है और परमेश्वर के दाहिनी ओर बैठा है। पृथ्वी पर की नहीं परंतु स्वर्गीय वस्तुओं पर ध्यान लगाओ। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. आमीन। ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എഴുതിയതായ 14 ലേഖനത്തിൽ പ്രധാനപ്പെട്ടതായ ഒരു ലേഖനമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. प्रेरित पौलुस कलीसिया को लिखा हुआ 14 पत्री में उसमें परम प्रधान एक पत्री है, कोलोसियों का पत्री। ഈ കൊലോസ്യ ലേഖനത്തെ കാരാഗ്രഹ ലേഖനം എന്നാണ് അറിയപ്പെടുന്നത്. कोलोसियों का पत्री को बंदीगृह का पत्री करके सुना जाता है। പൗലോസ് 4 ലേഖനങ്ങൾ കാരാഗ്രഹത്തിൽ ആയിരുന്നപ്പോൾ എഴുതിയിട്ടുണ്ട്. प्रेरित पौलुस जब बंदीगृह में था तब 4 पत्रियों को लिखा। അത് ഒന്നാണ് എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ. ഈ 4 ലേഖനങ്ങളെ അറിയപ്പെടുന്നത് കാരാഗ്രഹ ലേഖനങ്ങൾ എന്നാണ്. एफेसियों का पत्री, फिलिपियों का पत्री, कोलोसियों का पत्री, फिलेमोन का पत्री, ये 4 पत्रियों को बंदीगृह का पत्री करके सुनाया जाता है। അതുപോലെ പൗലോസിന്റെ 3 ഇടയ ലേഖനങ്ങളുണ്ട്. ഫസ്റ്റ് 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്. ഇത് 3ഉം ഇടയ ലേഖനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. चरवाओं का पत्री करके पहला तिमोथी, दूसरा तिमोथी और तीतोस, ये पत्री चरवा पत्री करके सुनाया जाता है।
അത് പാസ്റ്റേഴ്സിന് വേണ്ടിയാണ് പ്രധാനമായും എഴുതിയിരിക്കുന്നത്. वो कलीसिया के लिए उसके उपदेशों के द्वारा बताया हुआ है. ദൈവദാസന്മാർക്ക് വേണ്ടി, ഇടയന്മാർക്ക് വേണ്ടി, प्रभु का दासों के लिए उसपे मुख्य बातें हैं. ഇവിടെ നാം വായിച്ചതായ കൊലോസ്യ ലേഖനത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊലോസ് എന്ന വാക്കിന്റെ അർത്ഥം തിരുത്തൽ എന്നാണ്. കറക്ഷൻ അഥവാ തിരുത്തൽ എന്നാണ്. कोलोस जो पद का जो मतलब है बदलना, मतलब रीराइट, करेक्शन करना, वो मतलब निकलता है. ഈ കൊലോസ്യയിലെ സഭ പൗലോസിന്റെ സഹവൃത്യരായ എപ്പഫ്രാസിനാലാണ് സ്ഥാപിതമായിരിക്കുന്നത്. कोलोसियों की जो कलीसिया प्रेरित पौलोस का जो साथ वाला സഹകർമ്മി എപ്പഫ്രാസ് के द्वारा स्थापन हुआ है. പൗലോസ് ഒരിക്കലും കൊലോസ്യയിൽ പോയിട്ടില്ല. पौलोस कोलोसियों में यात्रा किया करके हम बाइबल से नहीं पढ़ सकता. കൊലോസ്യ സഭയിൽ ഒരു മൂപ്പനായിരുന്നു എപ്പഫ്രാസ്. एपफ्रास एक पुर्णी व्यक्ति था कोलोसी कलीसिया का. എഫെസോസിൽ നിന്നും ഏകദേശം 100 മൈൽ അകലമുള്ള ഒരു സ്ഥലമാണ് കൊലോസ്യ. एफेसोस से 100 माइल दूर होता था ये कोलोसी कलीसिया. ഈ കൊലോസ്യ ലേഖനം കൊലോസ്യ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, മറ്റ് അയൽ സഭകളിലും വായിക്കുവാൻ പൗലോസ് നിർദ്ദേശിക്കുന്നു. उसपे प्रभु का दास बोलता ये जो पत्री है केवल कोलोसी पद कलीसिया को नहीं और भी सभा के लिए इसको पढ़ाया जाए. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഈ വചനത്തിൽ കൂടെ കർത്താവ് നമ്മോട് സംസാരിപ്പാൻ, കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളെ ഗ്രഹിപ്പിക്കുവാൻ പ്രാർത്ഥനാപൂർവം ദിവസം നമുക്കായിരിക്കാം. आज जो पढ़ाया हुआ वचन से प्रभु हमसे बात करने के लिए सभी लोग प्रार्थना के द्वारा प्रभु के चरणों में रहे. ഇവിടെ നാം വായിച്ചതായ വേദഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. यहाँ लिखा है, प्रभु का दास बोल रहा है कि जब आप मसीह के साथ जिलाया गए तो स्वर्गीय वस्तुओं की खोज में रहो जहां मसीह वर्तमान में हैं और परमेश्वर की दाहिने ओर बैठे हैं. पृथ्वी पर की नहीं परंतु स्वर्गीय वस्तुओं पर ध्यान लगाओ. ഇവിടെ പറയുന്ന സെറ്റ് യുവർ അഫെക്ഷൻ ഓൺ തിങ്സ് അബോവ്, നോട്ട് ഓൺ തിങ്സ് ഓൺ ദി എർത്ത്. हालेलुया. वहां ये बोल रहे कि धरती की वस्तुओं की खोज में नहीं, स्वर्गीय वस्तुओं की खोज में बने रहना है. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ, ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഈ രണ്ട് പദങ്ങളാണ് പൗലോസ് ആഴമായി ഇവിടെ ഓർപ്പിക്കുന്നത്. यहाँ प्रभु का दास बोलता है मैं यहाँ स्वर्गीय बातों को जांचो और स्वर्गीय बात की ओर ध्यान करो. അപ്പോൾ തന്നെ അവിടെ പ്രബോധിപ്പിക്കുന്ന കാര്യം, ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്ന ഒരുവൻ, ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദൈവവൈതൽ ഭൂമിയിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കരുത് എന്നാണ്. यहाँ बोलने का एक मतलब है, जो व्यक्ति स्वर्गीय चीज का खोज में रहते हैं और स्वर्गीय चीज की ध्यान करते हैं, उन व्यक्ति को धरती के बारे में भूल जाना चाहिए. ഏതൊരു ദൈവവേദന്റെയും ജീവിതത്തിൽ ദൈവം ആമേൻ കാണുവാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അവൻ ഭൂമിയിലുള്ളത് ചിന്തിക്കരുത്, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. हर एक प्रभु का विश्वासियों के जीवन में धरती की चीजों को ध्यान में ना रखना, स्वर्गीय चीजों की चीज को ध्यान रखना और उसी की खोज में रहना. ഭൂമിയിലുള്ളത് എന്ന് പറയുമ്പോൾ ലൗകികമായത്,
ജഡീകമായത് ചിന്തിക്കാതെ നമ്മൾ ഉന്നതമായ ഉയരത്തിലുള്ള സ്വർഗീയമായ കാര്യങ്ങളെ ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യണമെന്നാണ്. स्वर्गीय बातों का मतलब हालेलुया परमेश्वर की इच्छा के अनुसार बात, और धरती का बात का मतलब जो मानुषिक और शारीरिक और जो हमें कभी प्रभु की नजदीक ना लाने वाला चीज, इस चीज को हमको भूल जाना चाहिए. ഈ കാര്യങ്ങൾ കൊലോസ്യ സഭയ്ക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയിക്കുമ്പോൾ ആ ഭൂമിയിലുള്ളത് എന്താണെന്നും ഉയരത്തിലുള്ളത് എന്താണെന്നും വ്യക്തമായി തെളിയിക്കുന്നുണ്ട്. ये बस बात जब कलीसिया के लिए लिखते हैं तब उन्होंने एकदम अच्छे से उनको समझा जाता है कि स्वर्ग में क्या है, धरती पर क्या है. ഹല്ലേലൂയ. ഇത് എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ലൗകികമായ ചിന്തകളെ വെടിഞ്ഞ് ഉന്നതവും സ്വർഗീയവുമായ ചിന്തകളെ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയുള്ളൂ. जब तक हम स्वर्गीय बात में क्या अच्छे बातें हैं, जब तक हमारे अंदर जानकारी नहीं होगा, तब तक हम दुनिया की बात, शारीरिक बातों को नहीं छोड़ पाओगे. നാം സ്വർഗീയനായവന്റെ മക്കളാണ്. हम जो स्वर्ग में जो प्रभु है, परमेश्वर उन्हीं का संतान है. ഭാവിയിൽ നാം പോയി പാർക്കാൻ പോകുന്നത് നമ്മുടെ ഈ സ്വർഗത്തിലാണ്. हमारे ये धरती का जीवन के बाद हमेशा रहने के लिए जो जा रहा जहां वो स्वर्ग है. നമ്മുടെ ദൈവത്തിന്റെ വാസസ്ഥലമാണ് സ്വർഗം. हमारा परमेश्वर का रहने का स्थान है स्वर्ग. അതുകൊണ്ട് സ്വർഗീയമായ കാര്യങ്ങളെ കുറിച്ച് ഒരു ദൈവവേദൻ അറിവുള്ളവനായിരിക്കണം. इसलिए स्वर्गीय बातों के बारे में एक प्रभु का विश्वासी परमेश्वर का बेटे को जानकारी होना जरूरी है. സ്വർഗീയ കാര്യങ്ങൾ നാം ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ ഭൂമിയിലുള്ളതെല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണുവാനിടയായിത്തീരും. जब हम स्वर्गीय बात को बारे में जब जानकारी होगा, तब हम धरती का सब कूड़ा करके हमको लगेगा. ആമേൻ. അതുകൊണ്ട് ഹല്ലേലൂയ, സ്വർഗത്തിലെ ചിന്ത, നമ്മുടെ ചിന്താ വിഷയം സ്വർഗത്തിലേക്കുള്ളതായിരിക്കട്ടെ. इसलिए हमारा जो मन के अंदर जो विचार, सोच, भावना हमेशा स्वर्गीय बातों के ऊपर होना चाहिए. ഈ കാര്യം പ്രസ്താവിക്കുമ്പോൾ എന്താണ് ഭൂമിയിലുള്ളത്, എന്താണ് സ്വർഗത്തിലുള്ളതെന്ന് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. प्रभु का दास ये पत्री में स्वर्ग में क्या है, धरती पर क्या है करके अच्छे से समझाया गया हुआ है. അതിന്റെ ഒരു ലിസ്റ്റ് തന്നെ ഈ വായിച്ച അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. जिस पत्री का जो तीसरे अध्याय में हमने उसके अंदर एक बड़ा मेनू लिखा हुआ है, लिस्ट लगाया हुआ है क्या क्या बातें हैं करके. ഭൂമിയിലുള്ളത് എന്തെന്ന് ആ 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ മുതൽ നമുക്ക് കാണാൻ കഴിയും. तीसरी अध्याय का 5वां वचन में धरती के अंदर क्या क्या है करके लिखा हुआ है. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. अपने उन अंगों को मार डालो जो पृथ्वी पर है, अर्थात व्यभिचार, अशुद्धता, दुष्कामना, बुरी लालसा और लोभ को जो मूर्ति पूजा के बराबर है. ഈ ലിസ്റ്റ് ഇവിടെ പൗലോസ് എടുത്ത് കാണിക്കുന്നത് ഇതൊക്കെ ഭൂമിയിലുള്ളതാണ്, ലൗകികമായതാണ്. ये जो सूची प्रभु का दास हमको इसलिए बता रहा है कि ये सब शारीरिक है, धरती का चीज है, इसको छोड़ने का होता है. ആമേൻ. സ്വർഗീയമായ കാര്യങ്ങളെ ചിന്തിക്കാതെ പോയാൽ നാം ഹല്ലേലൂയ ദുർനടപ്പ് നമ്മുടെ ജീവിതത്തിൽ വന്നു കൂടാൻ സാധ്യതയുണ്ട്. अगर हम स्वर्गीय बातों को अगर नहीं ध्यान करेगा तो हमारे अंदर गलत विचार आ सकता है. അശുദ്ധി കടന്നുകൂടാൻ സാധ്യതയുണ്ട്. हमारे अंदर अशुद्ध विचार आने का चांसेस है. ആ കർത്താവ് പറയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ.
परमेश्वर वचन के अंदर हमको ध्यान करता है, जैसे मैं पवित्र हूं तुम भी अपने जगह में पवित्रताई में जीवन बिताओ। അശുദ്ധമായതൊന്നും അശുദ്ധിയുള്ള യാതൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. अशुद्ध स्वभाव अशुद्ध जीवन जो बिताते हैं वो व्यक्ति स्वर्ग राज्य प्रवेश नहीं करेगा। അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ശോധന ചെയ്ത് നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട് എന്നുള്ളത് നാം ദിനംപ്രതി ആമേൻ ഹല്ലേലൂയ ചിന്തിക്കേണ്ടതായ കാര്യമുണ്ട്. जैसे हम संगति करते वचन सुनते उस वचन के अनुसार हमारी जीवन किस तरीके से है करके जांच पड़ताल करना बहुत जरूरी है, तभी हम आत्मिक उन्नति धरती का चीजों को छोड़ पाओगे। ആ അപ്പോസ്തലനായ പൗലോസ് തന്നെ ആ 3 ലേഖനങ്ങളിൽ ദൈവരാജ്യ പ്രവേശനത്തിനുള്ളതായ കണ്ടീഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. 3 पत्री में प्रेरित पौलुस परमेश्वर की राज्य में प्रवेश करने के बारे में कैसे हमारी जीवन को रखना है उसके बारे में लिखा है। അത് പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തത് കൊരിന്ത്യ സഭയോട് പറയുന്നത് 1 കൊരിന്ത്യർ 6:9-10 വാക്യങ്ങൾ. उसका पहली बात हालेलुया लिखा है, पहला कोरिन्थी 6 अध्याय 9 और 10 वचन के अंदर यह बोला हुआ है, क्या तुम नहीं जानते कि अन्यायी लोग परमेश्वर के राज्य के वारिस ना होंगे। धोखा ना खाओ, ना वेश्यागामी, ना मूर्ति पूजक, ना परस्त्रीगामी, ना लूचे, ना पुरुषगामी, ना चोर, ना लोभी, ना पियक्कड़, ना गाली देने वाले, ना अंधेर करने वाले, ये लोग परमेश्वर के राज्य के वारिस नहीं होंगे। നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് മനസ്സിരുത്തി വീട്ടിൽ ചെന്ന് വായിച്ച് മനസ്സിലാക്കണം. നാം ഈ ലിസ്റ്റിൽ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഇന്ന് രാത്രികാലം തന്നെ നിങ്ങൾ പുനഃപരിശോധന ചെയ്യണം. ഇന്ന് വായിച്ച 1 കൊരിന്ത്യർ 6:9-10 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന ലിസ്റ്റിൻ പ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകളുണ്ടോ എന്ന് ചിന്തിക്കണം. हमारे जीवन में ये जो सूची बोला है, पहला कोरिन्थी 9 और 10 के अंदर जो सूची बोला है उसके अंदर से कोई भी स्वभाव हमारे जीवन में है तो हम अपने आप को जांचे, उसमें से छुटकारा पाए। രണ്ടാമത്തെ കാര്യം ഗലാത്യ സഭയ്ക്ക് വേണ്ടി പൗലോസ് എഴുതുന്നതായ കാര്യമാണ്. ഗലാത്യർ 5:19. गलातियों की पत्री 5:19 में गलाती सभा को प्रभु का दास बता रहा है, शरीर की काम दो अर्थात व्यभिचार, गंदे काम, लुष्पना, मूर्ति पूजा, डोना, बैर, झगड़ा, ईर्ष्या, क्रोध, विरोध, फूट, विधर्म, डाह, मतवालापन, लीला क्रीड और इनको जैसे और काम है, इनके विषय में तुमको पहले से कह देता हूं, जैसे पहले कर भी चुका हूं कि ऐसे काम करने वाला परमेश्वर के राज्य के वारिस ना होंगे। ഇത് നാം വീണ്ടും ചിന്തിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് വിട്ടുകളഞ്ഞ് ദൈവരാജ്യ പ്രവേശനത്തിനായി നാം ഒരുങ്ങണം. अगर इस बोला हुआ सूची में गलातियों का पत्री 5:19 वचन के अंदर जो बोला हुआ कुछ भी स्वभाव हमारे जीवन में है तो हम इसको छोड़कर अपने आप को जांचना, हम प्रभु की राज्य की प्रवेश के लिए अपने आप को रोज नया बनाना है। മൂന്നാമത്തെ കാര്യമാണ് എഫേസ്യ സഭയ്ക്ക് പൗലോസ് എഴുതുന്നത്. तीसरी बात है, एफेसियों को कलीसियों को प्रभु का दास बता रहा है। എഫേസ്യർ 5:1-7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയും. एफेसियों की पत्री 5:1 से जब पढ़ते हैं तो हम देख सकते हैं, प्रिय बालकों की नहीं परमेश्वर की सदृश्य बनो
और प्रेम में चलो जैसे मसीह ने भी तुम्हें प्रेम किया और हमारे लिए अपने आप को सुखदायक सुगंध के लिए परमेश्वर के आगे भेंट करके बलिदान कर दिया। और जैसे पवित्र लोगों के योग्य है वैसे तुम भी व्यभिचार और किसी प्रकार की अशुद्ध काम या लोभ की चर्चा तक न हो और न निर्लज्जता और मूढ़ता की बातचीत की न टट्टे की, क्योंकि ये बातें सोते नहीं वरन धन्यवाद ही सुनाए जाए, क्योंकि तुम यह जानते हो कि किसी व्यभिचारी व अशुद्ध जन या लोभी मनुष्य की जो मूर्त पूजने वाले के बराबर है मसीह और परमेश्वर की राज्य में मिरास नहीं। कोई तुम्हें व्यर्थ बातों से धोखा न दे, क्योंकि इन्हीं कामों के कारण परमेश्वर का क्रोध आसाने आज्ञा न मानने वालों पर भड़कता है, इसलिए तुम उनके सहभागी न हो। Praise the Lord. Hallelujah. ഈ 3 സഭയ്ക്കുള്ള ലേഖനം പൗലോസ് എഴുതി അറിയിക്കുമ്പോൾ ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ സഭയ്ക്ക് പുറത്തുള്ളവർക്ക് വേണ്ടി അല്ല, ഈ ദൈവവചനമെല്ലാം ദൈവമക്കളായ നമുക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുകയാണ്. നാം ഇന്ന് രാത്രികാലം ഒന്നുകൂടെ സ്വയം ശോധന ചെയ്ത് തിരുത്തേണ്ടത് തിരുത്തി, ആമേൻ, മടങ്ങി വരേണ്ടത് മടങ്ങി വരുത്തി, മുറിക്കേണ്ടത് മുറിച്ച് ഹല്ലേലൂയ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ നമുക്കൊരു ദൈവരാജ്യ പ്രവേശനം ലഭ്യമാകും. ये जो बातें 3 पत्रियों में, कोरिन्थियों का पत्री, एफेसियों का पत्री, गलातियों का पत्री, ये कलीसिया को लिखा हुआ है। सुसमाचार ना सुनने वाला, अंधकार में रहने वाले लोगों के लिए नहीं, इसलिए हम इसको जांच पड़ताल करके जहां काटना है, जहां जोड़ना है, जहां बनाना है, ये सब बातें हमारे जीवन में रोज करते हुए प्रभु की आगमन की बहुत जल्दी निकट है, इसलिए हम अपने आप को सुधारते हुए शुद्ध लहू से शुद्ध पाकर प्रभु की आगमन की खोज में रहना है। നാലാമത്തെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ കൂടെ വായിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാം. വെളിപ്പാട് 21:8. प्रेरितों का प्रकाशित वाक्य 21 अध्याय में 4 बात लिखा है जो जय पाए वही वस्तुओं का वारिस होगा और मैं उसके परमेश्वर को होऊंगा और वह मेरा पुत्र होगा। पर दर्शकों और अविश्वासियों और गिनोनों और हत्यारों और व्यभिचारियों और डोनों और मूर्ति पूजकों और सब झूठे का भाग उस झील में मिलेगा जो आग और गंधक से जलती रहती है, वह दूसरी मृत्यु है। ഓ പ്രൈസ് ദി ലോർഡ്. ഈ കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ രാത്രികാലം നമ്മളെ ഓർപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ നാം ഒന്നുകൂടെ ഒരുങ്ങാനും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി പ്രാപിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർപ്പാനും വേണ്ടിയാണ്. അല്ലെങ്കിൽ നാം ആരും സ്വർഗത്തിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാനിടയാകുകയില്ല. आज रात को ये वचन हमारे जीवन में प्रभु देने के पीछे कुछ कारण है। पवित्र आत्मा हमको बता रहा है कि जो व्यक्ति स्वर्ग राज्य प्रवेश करना चाहते हैं इस बातों को ध्यान करो और अपने आप को सुधारो, अपने आप को प्रभु से हालेलुया दूर न रखो, पवित्र आत्मा की शक्ति को पाओ। और ऐसी कोई भी स्वभाव हमारे जीवन में है तो प्रभु से विनती करके उससे छुटकारा पाओ, अपने आप को जांच पड़ताल करके शुद्ध हो जाओ और प्रभु के लिए तैयार हो जाओ। 40 ദിവസം ഉപവസിച്ചാലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ധാരാളം പണം ചെലവഴിച്ചാലും എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോയാലും എന്തെല്ലാം ചെയ്താലും ജീവിത വിശുദ്ധിയില്ലാതെ ദൈവവചനത്തിന് അനുസരണം ജീവിക്കാതെ നാം മുമ്പോട്ട് പോയാൽ
ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയില്ല. अगर चाहे आप कितने भी बड़े प्रभु का दास हो, हजारों लोगों को बपतिस्मा दिलाने वाला व्यक्ति हो, आप दशमांश देने वाला व्यक्ति हो, आप रोज आप संगति करने वाला व्यक्ति हो और 40 दिन उपवास करने वाला व्यक्ति हो, जब तक प्रभु की पवित्र वचन में लिखा अशुद्धियों को दूर करो वो नहीं करेगा तो कभी भी स्वर्ग राज्य पर हम प्रवेश नहीं करेंगे. നാം കൊലോസ്യർ 3:5 വായിച്ചത്, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെയുള്ള ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. इधर कोलोसियों का पत्री 3 अध्याय का 5 वचन में प्रभु का दास बोलता है, अपनी उन अंगों को मार डालो जो पृथ्वी पर है, अर्थात व्यभिचार, अशुद्धता, दुष्कामना, बुरी लालसा और लोभ को जो मूर्ति पूजा के बराबर है. ഇത് എഴുതിയിരിക്കുന്നത് ഇതിനെ പോറ്റി പുലർത്തി വളർത്തുവാനല്ല പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ എന്നാണ്, കൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ऐसी अंगों को, ऐसी स्वभावों को बनाकर रखो करके नहीं, काट डालो, मार दो करके बोला हुआ है. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇത് നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം താഴെ എഴുതിക്കുന്നത്, ഈ വക ദൈവത്വം, ദൈവകോപം അനുസരണം കെട്ടുള്ളവർ വരുന്നു എന്നാണ്. जो लोग इससे दूर नहीं रहेगा तो उन लोगों के बारे में लिखा है, इन्हीं के कारण परमेश्वर का प्रकोप आज्ञा न मानने वालों पर पड़ता है. ഈ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഹല്ലേലൂയ ഭൂമിയിൽ നിന്ന് ഉളവായി വരുന്നതാണ്. ये जो 5वां वचन में लिखा हुआ हर एक शब्द धरती से निकल आता है, അത് ഉയരത്തിൽ നിന്നുള്ളതല്ല, वो स्वर्ग से उतरने वाला चीज नहीं है. ഇതെല്ലാം ജഡീകമാണ്, ये सब शारीरिक है, ഇതെല്ലാം ലൗകികമാണ്, ये सब दुनिया का रीति रिवाज है, ഇതെല്ലാം ഭൗതികമായ ചിന്തകളാണ്. ये सब भौतिक विचार है. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്, അന്വേഷിക്കരുതെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. प्रभु का दास हमको उपदेश देता है, इसके बारे में तुम चर्चा नहीं करना, साथ में सोचना भी नहीं. ഭൂമിയിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കരുത് എന്ന് അറിയിക്കുന്നത് കൊണ്ട് ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ നല്ലൊരു ഭവനം പണിയരുതെന്നോ, നല്ല ആഹാരത്തെ കുറിച്ച് ചിന്തിക്കരുതെന്നോ, നല്ല വസ്ത്രം ആഗ്രഹിക്കരുതെന്നോ ഒന്നുമല്ല പരിശുദ്ധാത്മാവ് അതിൽ കൂടി സഭയെ അറിയിക്കുന്നത്. पवित्र आत्मा इस वचन से हमको उपदेश ये देता है कि हम लोग धरती पर घर ना बनाए, अच्छे खाना ना खाए, अच्छे कपड़ा ना पहने, ये बात नहीं. मतलब जो गंदे स्वभाव हमारी आत्मा को ठोस पहुंचाने वाला, हमारी शरीर को दुखित करने वाला, ऐसे गंदगी यहां बोला हुआ बात उसको काट डाला करके बोला हुआ है. പാപത്തിലേക്ക് നമ്മെ നയിക്കുന്ന, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന, പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്ന ചിന്തകളെ മരിപ്പിക്കണം. पाप से हमको खत्म करने वाला, परमेश्वर की उपस्थिति से दूर रखने वाला, संगति से दूर रखने वाला, स्वर्ग जाने से रुकावट पैदा करने वाला, ऐसा हरेक धरती का और शारीरिक स्वभावों को हम काट डालना है. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കരുതെന്നാണ് പരിശുദ്ധാത്മാവ് ഈ ഭാഗത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്. पवित्र आत्मा हमको उपदेश दे रहा है, ऐसी चीजों के बारे में तुम सोचो भी मत. ഈ പറയുന്നതെല്ലാം ഭൂമിയിൽ നിന്നുള്ള കാര്യങ്ങളാണല്ലോ. ये सब बातें दुनियादारी बातें हैं. ഈ ഭൂമിയെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ, ലൗകികമായതിനെ അന്വേഷിക്കുന്നവർ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നമ്മളെ ലൗകികമായതിനെ അന്വേഷിക്കുന്നവർ നയിക്കപ്പെടുവാൻ സാധ്യതയുള്ള മേഘങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ये सांसारिक बातों को, ये धरती पर जो हमारे होते तो ये शैतान कोई न कोई रीति से हमको प्रभु से हटाने की
प्रेरणा करा रहा है। ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു പാപമാണ് വിഗ്രഹാരാധന. हालेलुया। परमेश्वर कभी भी माफ नहीं करता है मूर्ति पूजक को। ദൈവത്തിന് അർഹതപ്പെട്ടതും ദൈവത്തിന് അവകാശപ്പെട്ടതും പെട്ട ആരാധനയും മറ്റൊന്നിലേക്ക് വഴിമാറി പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ദൈവമല്ല. सर्वशक्तिमान आराधना का योग्य है। उनको जो मिलने वाला आराधना दुनिया की कोई वस्तु, मानुषिक कल्पनाओं का, मानुषिक भावनाओं का, वस्तुओं को जानना प्रभु पसंद नहीं करता। തന്റെ മഹത്വം അവൻ ആർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. पवित्र वचन में लिखा है अपनी महिमा वो किसी और को नहीं देता। അതുകൊണ്ട് തന്നെ വിഗ്രഹാരാധന ക്ഷമിക്കപ്പെടാത്ത ഒരു പാപമാണ്. इसलिए मूर्ति पूजक कभी भी क्षमा नहीं मिलता। അന്യദൈവ ആരാധനയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി എതിർക്കുന്നുണ്ട്. दूसरी ईश्वरों को, परमेश्वर के बिना किसी को दंडवत करना प्रभु बिल्कुल मानते नहीं है। എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ ചോദിക്കട്ടെ, ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും അന്യ ദൈവങ്ങളെ ആരാധിക്കാൻ നമ്മൾ പോകാറില്ലേ? വിഗ്രഹങ്ങളെ നമസ്കരിക്കാൻ പോകാറില്ലേ? എന്നാൽ അത്യാഗ്രഹം എന്ന സ്വഭാവത്തെ പരിശുദ്ധാത്മാവ് ഉപമിച്ചിരിക്കുന്നത് വിഗ്രഹാരാധനയുടെയാണ്. यहाँ हम देख सकता है लालच को परमेश्वर वचन के अंदर मूर्ति पूजक करके बताया हुआ, क्योंकि हम विश्वासी होने के बाद भी परमेश्वर से बढ़कर धरती की छोटी छोटी चीजों को हम बहुत ध्यान करते हैं, प्रभु से बढ़कर उसको महिमा करते हैं। हम थोड़े से अपने आप को विचार कीजिए। ദൈവത്തെക്കാൾ ഉപരി മറ്റേതെങ്കിലും നാം അതിയായി ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തോട് ഉപരി ആത്മീയമായി, ആത്മീയത്തെക്കാൾ ഉപരി ആരാധനയേക്കാൾ ഉപരി മറ്റേതെങ്കിലും നമുക്ക് പ്രിയമായിട്ടുണ്ടെങ്കിൽ, അത് ജോലിയാകാം, തലമുറകളാകാം, മക്കളാകാം, നന്മകളാകാം, എന്തുമാകട്ടെ, ദൈവത്തെക്കാൾ ഉപരി സ്നേഹവും ബഹുമാനവും മറ്റൊന്നിലേക്ക് വഴിമാറുന്നെങ്കിൽ അത് വിഗ്രഹാരാധന എന്ന് എന്ന പാപമാണ്. परमेश्वर की पवित्र वचन बताता है कि अगर प्रभु ये परमेश्वर से बढ़कर, आराधने से बढ़कर धरती पर किसी चीज को अगर हम मुख्यता देता है, तो चाहे वो आपकी जॉब हो, चाहे आपका सेवकाई हो, चाहे आपका बच्चे लोग हो, चाहे आपकी शारीरिक कोई बात हो या पत्नी हो या का जमीन जायदाद हो, आप अपने आप को हो, कुछ भी प्रभु से, प्रभु की आराधना से, प्रभु की वजन से ज्यादा अगर आप मानते हो तो उसी को मूर्ति पूजा कहता है। അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. इसलिए यहाँ लिखा है इन्हीं के कारण परमेश्वर का प्रकोप आज्ञा न मानने वालों पर पड़ता है। ഇവിടെ അങ്ങോട്ട് വ്യക്തമായി വീണ്ടും എഴുതിയിരിക്കുന്നത്, അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. यहाँ लिखा है हम पहले इन बुराइयों में जीवन बिताते थे। ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. अभी तुम क्या करना है? इन सब क्रोध, रोष, बैरभाव, निंदा और मुंह से गालियां बकना, ये सब बातों को छोड़ दो. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. तुम एक दूसरे से झूठ मत बोलो, क्योंकि तुमने पुराने मनुष्यत्व को उसके कामों समेत उतार डाला और नए मनुष्यत्व को पहन लिया है, जो अपने सृजनहार के स्वरूप के अनुसार ज्ञान प्राप्त करने के लिए नया बंधा जाता है.
ആമേൻ. ദുർനടപ്പിലേക്ക് നയിക്കുന്നതാണ് ഈ ഭൂമിയിലെ ചിന്തകൾ. ऐसी सोच विचार गंदे कामों की ओर हमारी जीवन को ले जाता है। അശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ് ഈ ഭൂമിയിലെ ചിന്തകൾ. अशुद्ध बातों की ओर हमें ले जाता है ऐसी बातें। അതിരാഗത്തിലേക്കും ദുർമോഹത്തിലേക്കും നയിക്കുന്നതാണ് ഈ ഭൂമിയിലെ ചിന്തകൾ. हमारे जीवन को अंधकार की ओर, गंदे बातों की ओर ये बातें ले जाते हैं। അത്യാഗ്രഹത്തിലേക്ക് നയിക്കുന്നതാണ് ഈ ഭൂമിയിലെ ചിന്തകൾ. लालच की ओर हमारी जीवन को ले जाते हैं। ഈ വക പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കുന്ന എല്ലാറ്റിൽ നിന്നും അകലം പ്രാപിച്ച് അവയിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് ഉന്നതവാദിനെ കുറിച്ച് ചിന്തിക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. हम अपने आप को हमेशा तैयार करना, इस बातों से दूर रहकर अपने आप को हमेशा बनाना है, नया की ओर, प्रभु की ओर बनाना है। അതുകൊണ്ട് ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. इसलिए स्वर्गीय वस्तुओं की खोज में रहो। ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. स्वर्गीय वस्तुओं की खोज में रहो। ആമേൻ. നാം ഇവിടെ അന്യരും പരദേശികളുമായി പാർക്കുന്നു. നാം ഇവിടെ വിട്ട് പോകേണ്ടവരാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ എന്തെല്ലാം ഒരുക്കി വെച്ചാലും ഇതെല്ലാം നാം വെറും കൈയായി വന്നു, വെറും കൈയായി ഇവിടുന്ന് പോകേണ്ടവരാകയാൽ ആമേൻ സ്വർഗീയമായതിനു വേണ്ടി നാം കാംക്ഷിക്കുകയും പ്രവർത്തിക്കുകയും വേണം. हम लोग परदेशी लोग हैं, ये धरती कभी भी छोड़ना है, इसलिए हम हमेशा यहाँ नहीं रह सकता। इसलिए हम अपने आप को पवित्र निष्कलंक बनाकर हर एक गलत स्वभावों से बचाकर अपने जीवन को प्रभु की आगमन के लिए तैयार करो। ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിക്കണം. इसलिए बोला है कि तुम्हारी धरती की अंगों को मार डालो बोला है। പ്രൈസ് ദി ലോർഡ്. ഇനി രണ്ടാമത് നാം ചിന്തിക്കുന്നത് ഉയരത്തിലുള്ളത് എന്താണ്? अभी हम आगे विचार करने जा रहा है स्वर्ग में क्या क्या है। കൊലോസ്യ ലേഖനം 1:3 വാക്യം വായിക്കാം. उसका तीसरा वचन पढ़ेंगे। क्योंकि तुम तो मर गए और तुम्हारा जीवन मसीह के साथ परमेश्वर पे छिपा हुआ है। ആ जब मसीह जो हमारे जीवन है प्रकट होगा, तब तुम भी उसके साथ महिमा सहित प्रकट किए जाएगा। ആമേൻ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യമാണ് ഇവിടെ വായിക്കുന്നത്. നമുക്ക് കൊലോസ്യർ 1:3 വാക്യം വായിച്ചായിട്ട് ബ്രദർ പാസ്റ്റർ. കൊലോസ്യർ 1:3. ആ ഓക്കെ, 1:3. 1:3. कोलोसियों का पत्र 1:3 में लिखा है, हम तुम्हारे लिए नित प्रार्थना करके अपने प्रभु यीशु मसीह के पिता अर्थात परमेश्वर का धन्यवाद करते हैं। क्योंकि हमने सुना है कि मसीह यीशु पर तुम्हारा विश्वास है और सब पवित्र लोगों में से प्रेम रखते हो। മലയാളത്തിൽ എഴുതിയിരിക്കുന്ന സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. 3 വാക്യം മലയാളത്തിൽ അങ്ങനെയാണ്. आशा की हुई पर वस्तु के कारण जो तुम्हारे लिए स्वर्ग में रखी हुई है, जिसका वर्णन तुम उस सुसमाचार के सत्य वचन में सुन चुके हो। ഇവിടെ നമുക്ക് വലിയൊരു പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്. बहुत बड़ा एक आशा प्रभु हमारे लिए दिया हुआ है। ആമേൻ. അത് സ്വർഗത്തിൽ സംഗ്രഹിക്കപ്പെട്ടതാണെന്നാണ് എഴുതിയിരിക്കുന്നത്. वो बात स्वर्ग में रखी हुई है करके लिखा है। അത് എന്താണ് ആ പ്രത്യാശ? क्या है वो आशा? ആമേൻ. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവനായ ക്രിസ്തു ഹല്ലേലൂയ താമസമേന നമ്മെ ചേർക്കുവാൻ ആകാശമേഘങ്ങളിൽ എഴുന്നള്ളുമെന്നുള്ളതാണ്. वो आशा है हमारा जीवित प्रभु हमको ले जाने के लिए आकाश मंडल को मेघों को फाड़ कर उसमें से हमको ले जाने के लिए उतर आने वाला है। ഈ ഭൂമിയിൽ പ്രത്യാശിക്കാൻ നമുക്കൊന്നുമില്ല. ये धरती पर आशा रखने के लिए कोई वस्तु नहीं है। പ്രതീക്ഷകളാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം.
थोड़ी समय का प्रतीक्षा है ये धरती पर, എന്നാൽ സ്വർഗത്തിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. लेकिन स्वर्ग में हमारे को हमेशा की आशा की वस्तुएं हैं. ആ പ്രത്യാശ എന്നുള്ളത് നമ്മെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു തമ്പുരാൻ നമുക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞതായ കർത്താവ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ഉയരത്തിൽ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മെ ചേർക്കുവാൻ ആകാശമണ്ഡലിലേക്ക് ഇറങ്ങി വരും എന്നുള്ളതാണ്. हमारा स्थायी आशा यही है कि हमको हमारे लिए जीवन दिया प्रभु यीशु मसीह, जैसे सैलों के सामने 500 से अधिक लोगों के बीच में उड़कर स्वर्ग की ओर गया, उसी जैसा ये धरती की उनकी बाढ़ जोने वाला सबको ले जाने के लिए एक दिन बादलों में वो आने वाला है. ആമേൻ. നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും നമ്മെ നിലനിർത്തുന്നതും ആ വലിയ പ്രത്യാശയാണ്. हमको जीवित रहने के लिए और जीने के लिए जो आशा देता है वो यही है, हमारे यीशु आएगा. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ വലിയ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്വർഗീയമായതിനെ കാംക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഉയരത്തിലുള്ള ചിന്തിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം നയിപ്പാനായി തീരണം. हम स्वर्गीय वस्तु जो यीशु मसीह को विश्वास करते हुए, उनकी आशा रखते हुए हमारे जीवन को धीरे से आगे बढ़ाए. ആ രണ്ടാമത്തെ കാര്യം സ്വർഗത്തിലുള്ളത്, ഉയരത്തിലുള്ളത് കൊലോസ്യർ 4:1. दूसरी बात जो स्वर्ग में है वो कोलोसियों का पत्र 4:1, हे स्वामियों अपने दासों के साथ न्याय और ठीक ठीक व्यवहार करो, यह समझकर स्वर्ग में तुम्हारा भी एक स्वामी है. स्वर्ग में हमारा एक स्वामी है. സ്വർഗത്തിൽ നമുക്കൊരു യജമാനനുണ്ട്. स्वर्ग में हमारा एक स्वामी है. ആമേൻ. ഈ കാര്യം നാം ഓർത്തിരിക്കണം. ये बात हमको हमेशा याद होना चाहिए. നമ്മുടെ സകല പ്രവൃത്തികളും സംസാരവും ശ്രദ്ധിക്കുന്ന ഹല്ലേലൂയ നമ്മുടെ യജമാനൻ ഉയരത്തിലുണ്ട്. അതുകൊണ്ട് ഇവിടെ നാം വായിച്ചത്, നിങ്ങൾക്ക് ഉയരത്തിൽ ഒരു യജമാനൻ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് 4:1 വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആ ദാസന്മാർ നീതി ന്യായവുമായി ആചരിപ്പീൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. हालेलुया. वहां लिखा है साथ न्याय और ठीक ठीक व्यवहार इसलिए किया, उनको हमेशा डर भय था. स्वर्ग में हमारे एक स्वामी है, वो हमारी बातों को, हमारी विचारों को, हमारी हर एक लेन देन को ध्यान कर रहा है. നാം ദൈവമക്കളെ, നാം നീതിയും ന്യായവും പ്രവർത്തിക്കുന്നവരായിരിക്കണം. हम परमेश्वर के सामने न्याय और ठीक ठीक व्यवहार करने वाला होना चाहिए. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഇവിടെ സുവിശേഷം എഴുതുന്ന ലൂക്കോസ് പറയുന്നു 12:35, ആമേൻ, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ, യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പീൻ. लूकास समाचार उसका 12 अध्याय 35 पे लिखा है, तुम्हारी कमरें बांधी रहे और तुम्हारे दिए जलते रहे और तुम उन मनुष्यों के समान बनो जो अपने स्वामी की बाट देखे रहे हो. वह व्याग के कब लौटेगा कि जब वह आकर द्वार खटखटाए तुरंत उसके लिए खोल दे. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. धन्य है दो दास जिन्होंने स्वामी आकर जागते पाए. मैं तुमसे सच कहता हूं, നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. हालेलुया. वहां लिखा है, मालूम नहीं पड़ता किस समय परमेश्वर प्रभु आएगा. അതുകൊണ്ട് നാം ഒരുങ്ങിയിരിക്കണം. तुम तैयार हो, क्योंकि जिस घड़ी तुम सोचते भी नहीं उसी घड़ी मनुष्य का पुत्र आ जाएगा. ഇന്നത്തെ ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ അരുമനാഥൻ താമസമില്ല ഹല്ലേലൂയ വാനമേഘത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നുള്ളതാണ്.
ये सब भजन हमको ये याद दिलाता है हमारा स्वामी कोई भी समय बादलों में प्रकट होने वाला है। അവൻ വന്ന് കാഹളം ഊതുമ്പോൾ, അവന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നാം ഹല്ലേലൂയ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽപ്പാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. तू तुरही भूखेगा, प्रभु यीशु मसीह बादलों में प्रकट होगा, तब जो मर मिटे हैं वो जी उठेगा और जो जीवित है वो रूपांतर पाएगा। सब एक साथ बादलों में परमेश्वर यीशु मसीह के साथ हमेशा हमेशा रहेगा। ഇനി ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവാണ്. इस धरती पर आगे होने वाला सबसे बड़ा संभव कार्य वो है हमारा प्रभु यीशु मसीह बादलों में आने वाला है। അന്ന് ലോകർ ഭ്രമിക്കും, ജനങ്ങൾ വിറയ്ക്കുമെന്നാണ് പാട്ടുകാരൻ പാടിയിരിക്കുന്നത്. दुनिया उस समय बड़े गंभीर तौर से गड़बड़ा जाएगा और धरती पर बड़े उलझ बजाएगा। അതുകൊണ്ട് ആരെങ്കിലും പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ദേവദാസന്മാരെ, നിങ്ങൾ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ഒരുക്കമുള്ളവരാണോ? हालेलुया। मुझे सुनने वाला विश्वासियों, प्रभु का दासो, प्रभु की आगमन के लिए आप तैयार है? अपने आप को एक बार विचार कीजिए। ഏത് സമയത്തും കർത്താവ് വരാൻ സാധ്യതയുണ്ട്. कोई भी समय पर हमारा प्रभु बादलों में प्रकट होगा। അവൻ പറഞ്ഞ വാക്തത്വം അതേപടി നിവർത്തിക്കുന്നവനാണ്. അവൻ ഫോഷ്ക്ക് പറയുവാൻ മനുഷ്യനല്ല. उन्होंने बोला हुआ हर एक वायदा पूरा हुआ, वो कभी झूठ नहीं बोलता। അതുകൊണ്ട് ഇന്ന് രാത്രി കാലം നിങ്ങളെ തന്നെ ഒന്നുകൂടെ സമർപ്പിച്ചുകൊണ്ട് കേട്ടപ്പെട്ട വചനത്തിൽ ധ്യാനിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായി, ഇതൊരു കടങ്കഥയല്ല, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഈ വചനം സത്യവചനമാണ്, ഹല്ലേലൂയ. അതുകൊണ്ട് ആ വചനത്തിൽ വിശ്വസിച്ച് കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ജീവിപ്പാൻ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. हालेलुया। ये वचन सच है, सच है, सच है। इसके अंदर कोई भी जोड़े और घटाया हुआ नहीं। इसलिए अपने आप को प्रभु की वचन के सामने समर्पण करे, प्रभु की बाट जोते रहे। അതുകൊണ്ട് ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. इसलिए जो स्वर्ग में है उसी का ध्यान करो। ഉയരത്തിലുള്ള അന്വേഷിപ്പീൻ. जो स्वर्गीय वस्तुओं की खोज में रहो। ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. धरती पर का नहीं, स्वर्गीय वस्तुओं की ध्यान करो। ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നതാണ്, എന്നാൽ ദൈവം ചെയ്യുന്നവനും ജീവിക്കും. ये दुनिया की हर एक वस्तु खत्म हो जाएगा, लेकिन प्रभु की इच्छाओं को पूर्तिकरण करने वाला वो हमेशा जीवित रहेगा। അതുകൊണ്ട് ഇന്ന് രാത്രി കാലം നമ്മെ തന്നെ ഒരു പ്രാവശ്യം ദൈവം ഏൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ, നമ്മളെ തന്നെ ഒന്നുകൂടെ ഹല്ലേലൂയ ആ ശോധന ചെയ്തുകൊണ്ട് കർത്താവ് ഇന്ന് രാത്രി കാലം വരുന്നെങ്കിൽ അവനോട് എടുക്കപ്പെടുവാൻ ധൈര്യമുള്ളവരായി, ഒരുക്കമുള്ളവരായി ഹല്ലേലൂയ തീരുവാൻ സ്വർഗത്തിലെ നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ വരെ അനുഗ്രഹിക്കുമാറാകട്ടെ. इसलिए हर एक लोग मुझसे सुनने वाला प्रभु के वचन की ओर ध्यान करे, अपने जीवन में खोना ना पाए। प्रभु के लिए निकला रास्ते पर खोना ना पाए, अपने आप को जांचे और प्रभु की आगमन के लिए तैयार करे। मैं अपने आप को प्रभु के चरणों में समर्पित वचन बोलने का अवसर दिया। धन्यवाद। थैंक यू पास्टर जी, हमारे बीच में आकर अनुग्रहित वचन बोलने का अवसर निकाला। प्रभु आपको बहुतायत से आशीष दे। हम आपके लिए प्रार्थना करते। सर्वशक्तिमान पिता परमेश्वर, हम जॉन कुटी पास्टर के लिए, दासी के लिए, बच्चों के लिए प्रार्थना करते। आपके दास को दिल्ली में रहकर अभी तक सेवकाई में बढ़ाया। पिताजी और भी सहायता कीजिए। इस उम्र में भी आपके लिए भागदौड़ करने के लिए जो अवसर दे रहा, धन्यवाद। कलीसिया को बचाइए, हर तरीके का आशीष दीजिए, शारीरिक और भौतिक हर एक बातों की जरूरतों को पूरा कीजिए। हम कलीसिया मिलकर पिता, पुत्र और पवित्र आत्मा का नाम रब के दास को, परिवार को आशीष देते यीशु मसीह के पवित्र नाम में, आमीन। थैंक यू पास्टर, थैंक यू।